നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക അതുപോലെ തന്നെ മകൾ ഇവരെ ദുരൂഹ സാഹചര്യത്തിൽ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതയൊക്കെ ഇപ്പോഴും ശക്തമായി നിൽക്കുകയാണ്. കുടുംബം നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. അതായത് തന്റെ മകൾക്ക് നീതി കിട്ടാൻ ഏതറ്റം വരെയും മരണം വരെയും താൻ പോരാടും എന്നാണ് വിഭജികയുടെ അമ്മ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. തനിക്ക് വന്ന ഗതി മകൾക്ക് വരരുതേ എന്ന് അമ്മ ആഗ്രഹിച്ചു. പക്ഷെ മകളുടെ ഗതി മറ്റൊന്നായിരുന്നു. തീർച്ചയായിട്ടും ഇനിയെങ്കിലും മരണശേഷം മകൾക്ക് നീതി കിട്ടണമെന്ന അമ്മയുടെ ആഗ്രഹം, പോരാട്ടം അത് തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ നീക്കം. ഈ ഷാർജയിലെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കുടുംബം. ഷാർജ പോലീസിൽ വിഭജികയുടെ കുടുംബം നിതീഷിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകും. കാനഡയിലുള്ള സഹോദരൻ ഉടൻ ഷാർജയിലെത്തും. അതിനുശേഷമായിരിക്കും ഇതിനെക്കുറിച്ചുള്ള മറ്റു നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കുക. ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസെടുക്കണമെന്നാണ് കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, കേരളത്തിൽ നൽകിയ പരാതി DYSP ആണ് അന്വേഷിക്കുക. കഴിഞ്ഞ ദിവസം കേരളത്തിലും നിതീഷിനും കുടുംബത്തിനുമെതിരെ കേസെടുത്തിരുന്നു. അമ്മയുടെ പരാതിയിലെടുത്ത കേസ് ശാസ്താംകോട്ട DYSP ആണ് അന്വേഷിക്കുന്നത്. കൊല്ലം റൂറൽ SP സാബു മാത്യു ആണ് ഈ കേസിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കുണ്ടറ പോലീസ് കഴിഞ്ഞ ദിവസം വിഭജികയുടെ ഭർത്താവ് നിതീഷിനും വീട്ടുകാർക്കുമെതിരെ കേസെടുത്തത്. ഈ കേസിൽ നിതീഷിനെ ഒന്നാം പ്രതിയാക്കിയാണ് കുണ്ടറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന് പുറത്തു നടന്ന ഒരു കേസാണിത്. അതുകൊണ്ട് തന്നെ ചില പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിന്റെ അന്വേഷണത്തിനും വളരെയധികം സാധ്യതയുണ്ട്. മാത്രമല്ല, കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി, DGP, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, UA കോൺസുലേറ്റ് അടക്കമുള്ളവർക്കും ഈ വിഭജികയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. മകളുടെ മരണത്തിന് കാരണക്കാരായവർക്ക് ശിക്ഷ വാങ്ങി നൽകാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് അമ്മ ശൈലജയുടെ ദൃഢപ്രതിജ്ഞ. തീർച്ചയായിട്ടും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ വിഭജിക നിതീഷിൽ നിന്നും പീഡനം നേരിട്ടിരുന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷെ എന്തുകൊണ്ടത് നേരത്തെ തടയിടാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ ഏറെ വൈകിപ്പോയി ഈ പോരാട്ടം തുടങ്ങാൻ എന്നതും ഒരു വസ്തുത തന്നെയാണ്. എന്തായാലും മരണശേഷമെങ്കിലും മകൾക്ക് നീതി കിട്ടണമെന്ന ആഗ്രഹവുമായി അമ്മ ശൈലജ പോരാട്ടത്തിന്, നിയമപരമായുള്ള പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. എന്തായാലും ഷാർജ പോലീസും ഈ ഒരു കേസ് അന്വേഷിക്കും. ആ ഒരു തരത്തിലൊരു നീക്കവും കൂടി ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. മാത്രമല്ല, കേരളത്തിലും കേസുണ്ട്. അക്ഷരാർത്ഥത്തിൽ നിതീഷും കുടുംബത്തിനുമെതിരെ 4 സൈഡും, അതായത് ഷാർജയും അതുപോലെ തന്നെ ഇവിടെ കേരളത്തിലും ഈ ഒരു അന്വേഷണ സംഘം അവരെ വളയുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. വരും മണിക്കൂറുകളൊക്കെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചൊരു വ്യക്തത കിട്ടും. അതിനിടയിൽ നിർണായകമായ മറ്റൊരു വിവരം കൂടി വരുന്നുണ്ട്. അതായത് ഈ ഒരു വിഷയം ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലാണ് ചർച്ചാ വിഷയമാകുന്നത്. അത്തരത്തിലിരിക്കവെയാണ് പല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇവരുടെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിലൊരു പോസ്റ്റാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നത്. അതിലെ ആ ഒരു വിശദാംശത്തിലേക്ക് കൂടി നമുക്ക് പോകാം. നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണ്. ഫിസിക്കലി ഉപയോഗിച്ചിട്ട് എപ്പോഴും അബദ്ധം പറ്റിയതാണെന്ന് പറയും. ഒരേ സമയം തന്നോടും പെൺസുഹൃത്തിനോടുമൊപ്പം കിടക്ക പങ്കിടും. ആ പെണ്ണിന്റെ ഭർത്താവ് ഒരു തവണ നിതീഷിനെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട്. കാണാൻ പാടില്ലാത്ത വീഡിയോ കണ്ടിട്ട് അതെല്ലാം ബെഡിൽ വേണമെന്ന് ആവശ്യപ്പെടും. ഭാര്യയുടെ കൂടെ കിടക്കുന്നതിനെ കുറിച്ച് മറ്റൊരു പെണ്ണിനോട് ഡിസ്കസ് ചെയ്യും. പട്ടിയെ പോലെ തല്ലും. ആഹാരം തരില്ല. പുറത്തോ നാട്ടിലോ കൊണ്ടുപോകില്ല. അങ്ങനെ ഒരുപാട് വൈകൃതങ്ങൾ നിതീഷ് ചെയ്തു കൂട്ടിയെന്നാണ് വിഭജിക തന്റെ ഡയറി കുറിപ്പിലൂടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ ചില ചിത്രങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. നിതീഷ് ലിപ്സ്റ്റിക്കും മാലയും നെറ്റിച്ചുട്ടിയും അണിഞ്ഞ് നിൽക്കുന്ന ഒരു ചിത്രവും കൂടാതെ അടിവസ്ത്രം അണിഞ്ഞ് നിൽക്കുന്ന മറ്റൊരു ചിത്രവുമാണ് പുറത്തു വന്നിരിക്കുന്നത്. വിഭജികയുടെ ഭർത്താവിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഇത്ര ഗുരുതരമായ വൈകൃതമാണ് ഇവൻ ഉണ്ടായിരുന്നതെന്ന് അറിഞ്ഞിരുന്നില്ല. പെണ്ണുങ്ങളുടെ അടിവസ്ത്രവും ലിപ്സ്റ്റിക്കും എല്ലാം ഇട്ട് അവൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടു. അവളുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇങ്ങനെ ഒരുത്തനെയാണ് ഭർത്താവാണ് എൻ്റെ ലോകമെന്നും പറഞ്ഞ് അവൾ കൊണ്ടു നടന്നിരുന്നത്. ഇത്തരത്തിലൊരു അടിക്കുറിപ്പോടെയാണ് ഒരു ഫേസ്ബുക്ക് പേജിൽ ഈ നിതീഷിന്റെ ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. തീർത്തും നടക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും മകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്ന് ഉറച്ചു നിൽക്കുകയാണ് ആ അമ്മ. ഏതറ്റം വരെയും പോകും, മരണം വരെ മകൾക്ക് നീതി കിട്ടാൻ പോരാടും എന്ന ദൃഢനിശ്ചയത്തിൽ ആ അമ്മ ആയിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ വിഭജിക നിതീഷിൽ നിന്നും പീഡനം നേരിട്ടിരുന്നുവെന്നാണ് അമ്മ ശൈലജ പരാതി
പരാതി പറഞ്ഞിരിക്കുന്നത്. നിതീഷിന്റെ സഹോദരി നീതുവും അച്ഛനും മകളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു. സ്ത്രീധനത്തിന്റെയും പണത്തിന്റെയും പേരിലുള്ള വേട്ടയാടൽ വിഭജിക നേരിട്ടു. നിതീഷിന്റെ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ വിഭജിക ചോദ്യം ചെയ്തു. ഇത് വിഭജികയോടുള്ള വൈരാഗ്യം കൂട്ടി. മകൾ ക്രൂരമർദ്ദനത്തിന് ഇരയായിരുന്നു. അതിന്റെ ചിത്രങ്ങൾ അടക്കമുള്ള തെളിവുകളുമായാണ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും വിഭജികയുടെ കുടുംബം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭജികയും കുഞ്ഞിനെയും ഷാർജയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരേ കയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. മരണകാരണം സ്ഥിരീകരിക്കുന്നതിനാണ് നാട്ടിൽ റീപോസ്റ്റ്മോർട്ടത്തിന്റെ സാധ്യത കുടുംബം ആലോചിക്കുന്നത്. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ വിഭജിക ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇവരുടെ മരണവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പും അപ്രത്യക്ഷമായി. ഇത് ആര് ചെയ്തു എന്നത് വളരെ വലിയ ദുരൂഹത സൃഷ്ടിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. മാത്രമല്ല, വിഭജികയുടെ ഫോൺ, ലാപ്ടോപ്പ് കാണുന്നില്ല. അത് ആരാണ് മാറ്റിയത്, അത് എവിടെയാണ്, അത് കണ്ടെത്തിയാൽ അതിലും ഉണ്ടാകും ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിനുള്ള അന്വേഷണമൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രതികളെ നാട്ടിലെത്തിച്ച് അന്വേഷണത്തിന് വിധേയരാക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്നാണ് കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ അഭിഭാഷകൻ മനോജ് കുമാർ പള്ളിമണിന്റെ പക്കൽ സ്ത്രീധന പീഡനത്തിനും മർദ്ദനത്തിനും വ്യക്തമായ തെളിവുകളുണ്ട് എന്നത് നിതീഷിന് കനത്ത തിരിച്ചടിയായി മാറും. കുടുംബം നിയമപോരാട്ടം തുടരും. CBI അന്വേഷണം കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. നാട്ടിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ആണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും പുറമെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, UA കോൺസുലേറ്റ് തുടങ്ങിയവർക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് വിഭജികയുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരിച്ചത് വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവ് നിതീഷിൽ നിന്നും വിഭജിക പീഡനം നേരിട്ടിരുന്നുവെന്നാണ്. അതുകൊണ്ട് തന്നെ ഷാർജയിൽ നടന്ന കുറ്റകൃത്യം നാട്ടിൽ നടന്നതിന്റെ തുടർച്ചയായി കണ്ട് ഇവിടെ അന്വേഷണം നടത്താൻ സാധിക്കും എന്ന ഒരു സാധ്യത കൂടി മുന്നിലുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഷാർജയിലെ പരിശോധനകളിൽ വിശ്വാസമില്ല. നാട്ടിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താൻ ശ്രമിക്കുമെന്നും അഡ്വക്കേറ്റ് മനോജ് കുമാർ വ്യക്തമാക്കി. മാത്രമല്ല, പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായത് എങ്ങനെ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പും എവിടെ എന്നീ കാര്യങ്ങളാണ്. എന്തായാലും ഈ കേസിന്റെ അന്വേഷണം എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു. തീർച്ചയായിട്ടും ഈ കേസെടുത്ത സാഹചര്യത്തിൽ അവർ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വരും എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഗുരുതര ആരോപണങ്ങളാണ് വിഭജിക തന്റെ ഭർത്താവിനും ഭർത്താവിന്റെ പിതാവിനും ഭർത്താവിന്റെ സഹോദരിക്കുമെതിരെ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ ഭർത്താവിന്റെ പിതാവ് തന്നെ മോശമായി ഉപയോഗിച്ചു, അല്ലെങ്കിൽ തന്നെ അത്തരത്തിൽ തന്നോട് മോശമായി പെരുമാറി എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ വിഭജിക നടത്തിയിരുന്നു. മാത്രമല്ല, സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, തന്നിൽ നിന്നും നിതീഷിനെ അകറ്റാൻ ശ്രമിക്കുന്നത് സഹോദരി നീതുവാണ് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളും വിഭജിക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടത്തിയിരുന്നു. മകളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്തതാണെന്ന വാദത്തെ വിഭജികയുടെ കുടുംബം വിശ്വസിക്കുന്നില്ല. ഈ മരണത്തിൽ നിതീഷിന്റെ അച്ഛന്റെയും സഹോദരിയുടെയും പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിഭജികയുടെ കുടുംബം. കഴിഞ്ഞ ദിവസമൊക്കെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. 1.5 വയസ്സുകാരി വൈഭവിയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. വിഭജിക മണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. വിഭജികയുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിഭജികയുടെ ബന്ധുക്കളൊക്കെ രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് നിതീഷും കുടുംബത്തിന്റെ ആ ഒരു ചെയ്തികൾ പുറം ലോകത്തേക്ക് വന്നത്.